കൂട്ടുകാരെ, ഞാനിന്നേ ഒരു പപ്പടക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഒരു 5 പപ്പടം ഇങ്ങനെ 4ആയിട്ട് കീറിയിട്ട് ഇങ്ങനെ ചെറുതാക്കി ഉണ്ടെങ്കിൽ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു വെളുത്തുള്ളി കഷ്ണം എടുത്തിട്ടുണ്ട്, 1 ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്, അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു. പിന്നെ ഒരു 10-15 കൊച്ചുള്ളി, പിന്നെ ഒരു അരമുറി തേങ്ങ. ഞാൻ 6 പപ്പടം എടുത്തിട്ടുള്ളൂ. 1/4 ടീസ്പൂൺ ജീരകം. ഇത് നമുക്ക് തൈരും കൂടെ 2 സ്പൂൺ തൈരും കൂടെ ചേർത്ത് നമുക്ക് ഈ തേങ്ങ അരച്ചെടുക്കണം. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഉള്ളിയൊക്കെ നന്നായിട്ട് ഇതേപോലെ മൂത്ത് ഗോൾഡൻ കളറായി വരുന്ന ഒരു നന്നായിട്ട് മൂത്ത്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം, ഒഴിച്ചു കൊടുക്കാം. നമുക്ക് തൈരുള്ളതുകൊണ്ട് ഒത്തിരി തിളയ്ക്കണ്ട. ഇനി നമുക്ക് ചതച്ച മുളകില്ലേ, ചതച്ച മുളകിൽ നിന്ന് ഒരു നുള്ള നമുക്ക് ഇട്ട് കൊടുക്കാം. മേളിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഇതിനകത്ത് കിടന്നുകൊണ്ട് അരപ്പൊക്കെ പിടിക്കും. ബാക്കി നമുക്ക് പപ്പടം ലാസ്റ്റത്തെ ലുക്ക് നിങ്ങളെ കാണിക്കാവേ. ഇനി നമുക്കിത് കടുക് മൂപ്പിച്ചൊഴിക്കണം. ഉപ്പ് പപ്പടത്തിന് അധികം ചേർക്കണ്ട. പക്ഷേ എൻ്റെ ഈ പപ്പടത്തിന് അധികം ഉപ്പില്ലായിരുന്നെങ്കിൽ പച്ചമുളകും കറിവേപ്പിലയും ഞാൻ 2 പച്ചമുളക്. അപ്പം ഞാൻ അതൊരു പാത്രത്തിലേക്ക് മാറ്റി, ഡിഷിനകത്തേക്ക് മാറ്റി നമുക്ക് കടുക് മൂപ്പിച്ചൊഴിക്കാം. അപ്പോൾ ഇത് കണ്ടോ, നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. തൈര് ഏറെ വേണം കേട്ടോ. തൈര് ഇച്ചിരി പുളിയും കൂടെ ഉണ്ടെങ്കിലേ ഉള്ളൂ. അപ്പം ഫൈനലായിട്ട് ഇതിങ്ങനെ പൊടിച്ചിടണം. ഇന്നത്തെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നല്ലതാണ്, സൂപ്പറായിട്ടുണ്ട്. നമുക്ക് ചോറൊക്കെ ഉണ്ടാകും നല്ലതാണ്. ഉച്ചയ്ക്ക് നല്ല ചൂട് കുത്തരിച്ചോറും പപ്പടക്കറിയും.